എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് സാറട അവളാണെങ്കിൽ ബൊറൂട്ടോടെ കൈ അത് മെഡിസിനും ബാൻഡേജ് ഒക്കെ വെച്ച് അങ്ങനെ കെട്ടുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ നല്ല പെയിനുണ്ട്. പക്ഷെ അതിനുപരിയായിട്ട് അവൻ എങ്ങനെയെങ്കിലും ആ ഗ്രാമത്തിന്റെ ഹെഡ് ആ പെൺകുട്ടി അവളെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. ഉടനെ ആ ഗ്രാമത്തിലുള്ളവര് അവര് കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, അവരെന്തിനാ അവളെ തട്ടിക്കൊണ്ടു പോയത്? അവർക്ക് ആവശ്യം നമ്മൾ സംഭരിച്ചു വെച്ച ആ സാധനങ്ങൾ മാത്രമല്ലേ, അതിനെന്തിനാ അവളെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക? അപ്പോഴായിരിക്കും കൊനഹമാരു അവൻ എല്ലാ സത്യങ്ങളും ആ ജനങ്ങളോട് പറയാ. ഇത്രയും നാളും അവൾ നിങ്ങളുടെ അടുത്ത് വലിയൊരു കാര്യം മറച്ചു വെക്കുകയായിരുന്നു. ആക്ച്വലി അവർക്ക് ആവശ്യം നിങ്ങളുടെ കയ്യിലുള്ള ആ ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതിലാണ് അവരുടെ കണ്ണ്. ആ ബ്രിഡ്ജിന്റെ പേപ്പർ, അതിനുവേണ്ടി ഒരുപാട് തവണ അവരവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ മറ്റൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞങ്ങളെ സഹായത്തിനായിട്ട് വിളിച്ചത്. ഉടനെ അത് കേട്ട് അവർ ഷോക്കാവുകയാണ്. ഉടനെ ആ ഗ്രാമത്തിലുള്ളവർ പറയും, ആക്ച്വലി അവളെപ്പോലെ തന്നെയാണ് അവളുടെ പപ്പയും. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യും. ഗ്രാമത്തിനു വേണ്ടി അദ്ദേഹം അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള ഇവള് ഗ്രാമത്തിന്റെ ഭരണാധികാരിയായി മാറിയത്. അദ്ദേഹത്തെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനാണ് അവൾക്കിഷ്ടം. അവളുടെ 100% കഴിവ് ഉപയോഗിച്ച് അവൾ ഈ ഗ്രാമത്തിനു വേണ്ടിയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരുന്നു. അതാണ് അവളെ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. കട്ട് ചെയ്താ ഇവിടെ ആ ഹെഡ് പെണ്ണ്, അവളാണെങ്കിൽ അവളെ തട്ടിക്കൊണ്ടു വന്നവനെ കണ്ട് ഷോക്കാവും. അവൻ അവളുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു ഷിനോബിയാണ്. യു ആർ അൺബിലീവബിൾ. എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്തിന് നമ്മുടെ ഗ്രാമത്തോട് ഈ ചതി ചെയ്തു? അതിനവൻ പറയും, എനിക്ക് ആവശ്യം പണമാണ്. എനിക്ക് ആവശ്യമായിട്ടുള്ള പണം അത് ഇവർ തന്നു. എന്റെ ദൗത്യം ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പേപ്പർ, ആ ബ്രിഡ്ജിന്റെ രജിസ്ട്രേഷൻ പേപ്പർ, അത് ഇവർക്ക് കൊടുക്കുക എന്നത് മാത്രമാണ്. മര്യാദയ്ക്ക് ആ പേപ്പർ ഇതാ. ആ പേപ്പർ കിട്ടിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇവര് നിന്നെ കൊന്നു തള്ളും. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി. യെസ്, നമ്മുടെ മിഷൻ അത് അപ്ഗ്രേഡഡ് ആയി. ഈ ഗ്രാമത്തിന്റെ നേതാവ് അവളെ രക്ഷിക്കാൻ നമ്മൾ പോവാണ്. ഉടനെ ആ ഗ്രാമത്തിലുള്ളവര് ആ വില്ലന്മാർക്ക് ആവശ്യമായിട്ടുള്ള പേപ്പർ അത് അവരുടെ കയ്യിൽ കൊടുക്കും. അതിന് ബൊറൂട്ടോ പറയും, അയ്യോ വേണ്ട വേണ്ട, ഇത് പ്രൊട്ടക്ട് ചെയ്യാനാണ് അവൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അതിനാ ജനങ്ങള് അവര് ബൊറൂട്ടോടെ കൈ പിടിച്ചു പറയും, ഞങ്ങൾക്ക് ആവശ്യം ഈ ബ്രിഡ്ജല്ല, ഞങ്ങളുടെ നേതാവിനെയാണ്. കട്ട് ചെയ്താ ഇപ്പൊ കൊനഹമാരു അവരാണെങ്കിൽ മിഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്ത് വില കൊടുത്തും അവളെ രക്ഷിക്കുക എന്നത് മാത്രമാണ്. സോ എല്ലാവരും അതിന് തയ്യാറാവണമെന്ന് പറഞ്ഞ് അവരിപ്പോ ആ വില്ലേജ് ലക്ഷ്യമാക്കി ഫുൾ സ്പീഡില് അങ്ങനെ ഓടും. കൊനഹമാരു പറയും, ഐ എം സോറി, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ ഇത്രയും വലിയൊരു മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഭയങ്കര കൂളാണ്, അതുപോലെ തന്നെ എക്സൈറ്റഡും. ഉടനെ മീറ്റ്സികയുടെ പാമ്പ് ഇപ്പൊ പെട്ടെന്ന് എന്തോ ഒരു പവർ സെൻസ് ചെയ്യാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്താ അവരുടെ ഗ്രാമത്തിലെ ആ ഷിനോബി അവനാണെങ്കിൽ അവളെ കെട്ടി, അവളെ പിടിച്ചു വലിച്ച് അവളുടെ ബോഡി മുഴുവൻ കയറിട്ട് കെട്ടി ഒരു ഭാഗത്തിരുത്തിരിക്കുകയാണ്. അവൻ ആ ലേഡിയോട് പറയും, എത്രയും പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഞാനാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒറ്റിക്കൊടുത്തതെന്ന് അറിഞ്ഞ അത് വലിയ പ്രോബ്ലം ആവുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും അവളുടെ കയറ് അത് വലിച്ചു കെട്ടും. അടുത്ത സെക്കൻഡ് വീഴാണ് ഒരു കത്തി അവന്റെ നെഞ്ചില്. അത് മറ്റാരുമല്ല, ആ വില്ലത്തെയായിരിക്കും അവനെ കുത്തുക. അവൾ ചിരിച്ചോണ്ട് പറയും, നീ ഞങ്ങളെ വിശ്വസിച്ചതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് സാക്ഷാൽ കൊനഹമാരു അവനാണെങ്കിൽ ഇതെല്ലാം കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ വില്ലത്തി ആണെങ്കിൽ ഉടനെ കൊനഹമാരുവിന് നേരെ തിരിയും. നീ ആരാണ്? നിനക്ക് എന്തു വേണം? അതിന് കൊനഹമാരു പറയും, നിങ്ങൾക്ക് ആവശ്യം ആ പേപ്പറല്ലേ, അത് ഞങ്ങൾ തരാൻ തയ്യാറാണ്. പക്ഷെ അവളെ ഞങ്ങൾക്ക് വിട്ടു തരണം. അതിന് അവള് നിലവിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് ആ പേപ്പർ കൊടുക്കരുത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് പൊറോട്ടോയും ടീമിനെയും കാണിക്കും. അവരാണെങ്കിൽ ആ വില്ലന്മാർക്ക് ചുറ്റും അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ കൊനഹമാരു ആണെങ്കിൽ ആ പേപ്പർ ഒരു മരത്തിന്റെ മുകളിൽ വെക്കും. നിങ്ങൾക്ക് ഈ പേപ്പർ എടുക്കാം, അവളെ ഞാൻ കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് കൊനഹമാരു അവളുടെ അടുത്തേക്ക് വരും. അപ്പ അവളുടെ അടുത്ത് കിടന്ന ആ ഒരു വില്ലൻ അവന്റെ വായിലുണ്ടായിരുന്ന പേപ്പർ ബോംബ് അത് പൊട്ടി അങ്ങോട്ട് തെറിക്കും. പക്ഷെ കൊനഹമാരു ആണെങ്കിൽ ഫുൾ ഫോഴ്സിൽ അവിടുന്ന് എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഉടനെ വില്ലന്മാര് അവരങ്ങനെ റൗണ്ട് ചെയ്ത് കൊനഹമാരു അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കൊനഹമാരു സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അങ്ങനെ അവളെ ബൊറൂട്ടോയുടെ ടീമിന്റെ അടുത്തേക്കും വലിച്ചെറിയും. അതിനുശേഷം ആ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. ഇവിടെ അവളുടെ കയ്യിലാണെങ്കിൽ നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട്. ചോര തുളുമ്പി അവളങ്ങനെ വേദനിച്ചിരിക്കുകയാണ്. കൊനഹമാരു നിലവിളിച്ചു പറയും, ബൊറൂട്ടോ എത്രയും പെട്ടെന്ന് അവളെയും കൊണ്ട് രക്ഷപ്പെട്ടു പോ. കൊനഹമാരു അവനിപ്പോ ആ വില്ലത്തിയോട് ചോദിക്കും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പേപ്പർ ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ, പിന്നെന്തിനാ വീണ്ടും ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നേ? അതിനാ വില്ലത്തി പറയും, ആ പെണ്ണ് അവൾ എപ്പോഴും ഞങ്ങൾക്കൊരു തലവേദന തന്നെയാണ്. സോ അവൾ ജീവനോട് കൂടെ പോകാൻ പാടില്ല.
അടുത്ത സെക്കൻഡ് കൊനഹമാരും ആ വില്ലന്മാരും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റിന്റെ അവസാനം ഒരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് അവർ കൊനഹമാരുവെ അങ്ങനെ ഫ്രീസ് ചെയ്ത് നിർത്തും. അതേസമയം ബൊറൂട്ടോയും ടീമും ആ പെണ്ണിനെ എടുത്ത് ഇപ്പൊ ഗ്രാമത്തിലേക്ക് ഓടുകയാണ്. അവളുടെ കയ്യിലൂടെ ആണെങ്കിൽ ബ്ലഡ് അങ്ങനെ തുളുമ്പാണ്. അത് കണ്ട് മീറ്റ്സിക പറയും എത്രയും പെട്ടെന്ന് അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. ഉടനെ സാറയുടെ ആണെങ്കിൽ അവളുടെ കൈ അത് വെച്ച് കെട്ടും. അതേസമയം മീറ്റ്സിക അവിടെ മുഴുവൻ വില്ലന്മാർ പ്രിവെന്റ് ചെയ്യാനായിട്ട് പേപ്പർ ബോംബുകൾ സെറ്റ് ചെയ്യാണ്. ഉടനെ ആ ഹെഡ് അവള് പറയും എനിക്കും എൻ്റെ പപ്പയെ പോലെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. അദ്ദേഹത്തെ കഴിഞ്ഞും ഭംഗിയായിട്ട് എനിക്ക് ഈ വില്ലേജ് അത് പ്രൊട്ടക്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഒരുപാട് കൊല്ലം എൻ്റെ അച്ഛൻ ഈ ഗ്രാമത്തെ കാത്തു സൂക്ഷിച്ചു. വില്ലന്മാർക്കെല്ലാം മുൻപിൽ എൻ്റെ അച്ഛൻ ഒറ്റയ്ക്ക് നിന്നാണ് പോരാടിയത്. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ കാണുന്ന ബ്രിഡ്ജ്. അത് പണിതെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനുശേഷം ആർക്കും തന്നെ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ടോൾ പിരിവും മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധവും അങ്ങനെ ഞങ്ങളുടെ ഗ്രാമം വളരാനായിട്ട് തുടങ്ങി. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ഗ്രാമത്തിന്റെ ചുമതല അത് ഏറ്റെടുത്തു. പക്ഷെ എൻ്റെ അച്ഛൻ്റെ അത്രയും സ്ട്രോങ് ഒന്നും എനിക്കാവാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും കാലവും ഞാൻ ആ പേപ്പർ സൂക്ഷിച്ചു വെച്ചു. പക്ഷെ എനിക്ക് ഇപ്പൊ അത് നഷ്ടമായെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് വിഷമത്തിലിരിക്കും. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഒരു സെക്കൻഡ് അവന്റെ അച്ഛൻ നറൂട്ടോയെ കുറിച്ച് ആലോചിക്കുകയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വലിയൊരു പൊട്ടിത്തെറി കേൾക്കുക. അവിടെ മുഴുവൻ ഒരുപാട് പേപ്പർ ബോംബുകളൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബൊറൂട്ടോ പറയും അവരെത്തിക്കഴിഞ്ഞു. മീറ്റ്സുകി സാറട നമ്മുടെ ടീം വർക്ക് അതെന്താണെന്ന് കാണിക്കേണ്ട സമയമായി. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോകണം. ബൊറൂട്ടോ പെണ്ണിനോട് പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് സേഫായി ഗ്രാമത്തിലേക്ക് തിരികെ പോകണം. അതിനവള് പറയും ഇല്ല, തിരിച്ചു പോവാണെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ചായിരിക്കും പോവാ. അതുവരെ നിങ്ങളുടെ ടീം വർക്ക് എന്താണെന്ന് എനിക്കും കാണണം. ഞാൻ ഈ മരത്തിലിരുന്ന് അത് കാണുമെന്ന് പറഞ്ഞ് അവൾ നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിക്കും. കട്ട് ചെയ്ത ആ വില്ലന്മാര് അവരാണെങ്കിൽ ഇപ്പൊ കൊനഹമാരുവെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും നിന്നെ ജീവനോടുകൂടെ വിടില്ല എന്ന് പറഞ്ഞ് ഒരു കത്തിയൊക്കെ എടുത്ത് ആഞ്ഞു കുത്താനായിട്ട് ആരംഭിക്കും. ഉടനെ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നറൂട്ടോയെ കാണിക്കും. നറൂട്ടോ ടെൻഷനായിട്ട് പറയും ആ ഒരു ഗ്രാമം അത് കുറച്ച് ഡേഞ്ചറാണ്. അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് റോക്ക് നിഞ്ചാസ് ഒക്കെ വന്ന് പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ സൂം ഔട്ട് ചെയ്ത നറൂട്ടോയുടെ തൊട്ടു മുൻപിലായി സാക്ഷാൽ കൊനഹമാരുവിനെ കാണിക്കും. ഓൾറെഡി നറൂട്ടോ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൊനഹമാരുവിന് പറഞ്ഞു കൊടുത്തതാണ്. കട്ട് ചെയ്ത പ്രസന്റിൽ കൊനഹമാരു അവൻ ഡ്രസ്സർ ഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലന്മാരെ അട്ടിച്ച് തെറിപ്പിക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ അവനാണെങ്കിൽ ആ ഒരു വില്ലൻ അവനുമായി പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ലോങ് ഷോട്ടിൽ സാറഡ ആണെങ്കിൽ അവന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, അറ്റാക്കിംഗ് സ്കില്ല്, ടെക്നിക്ക് അതെന്തൊക്കെയാണെന്ന് ഇപ്പൊ നോക്കി മനസ്സിലാക്കും. ഇവിടെ മീറ്റ്സുകി ആണെങ്കിൽ ബൊറൂട്ടോട് പറയും ബൊറൂട്ടോ ഒരു കാരണവശാലും അവന്റെ അടുത്തേക്ക് പോയി ഫൈറ്റ് ചെയ്യാൻ പാടില്ല. അവന് നല്ല സ്കില്ലുണ്ട്, ഉറപ്പായിട്ടും അവന്റെ സ്ക്വാഡ് നിന്റെ ദേഹത്ത് പെടും. കറക്റ്റ് ടൈം ഇപ്പൊ സാറഡ അവളും അവരുടെ കൂടെ ജോയിൻ ചെയ്യും. സാറഡ പറയും അവന്റെ പവർ മുഴുവൻ ഞാൻ നോട്ട് ചെയ്തു. നമ്മൾ വിചാരിക്കുന്ന പോലെ സ്പെഷ്യൽ പവറായിട്ടൊന്നും അവന്റെ ബോഡിയിലില്ല. അവനൊരു ഓപ്പണിംഗ് കൊടുക്കും. കറക്റ്റ് ടൈം നമുക്ക് 3 പേർക്കും അവനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താം. അടുത്ത നിമിഷം ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് വിങ് സ്റ്റൈൽ പവർ ഉപയോഗിച്ച് ഇപ്പൊ അവനെ വൻ ഫോഴ്സിൽ ദൂരേക്ക് തെറിപ്പിക്കും. ആ ഗ്യാപ്പിൽ സാറഡ അവളൊരു അമ്പ് പോലെ കറങ്ങി അവന്റെ നേർക്ക് പോവാണ്. അവൻ കത്തിയെടുത്ത് അറിഞ്ഞ വീശും. പക്ഷെ അവൾ ശരിയും കണ്ണുവെച്ച് കറക്റ്റായി ടൈം ചെയ്ത് അവന്റെ ക്ലോസ് എത്തി നെഞ്ചിൽ തന്നെ ആഞ്ഞൊരടി. ആ ഒരു അടിയില് പിന്നെ അവൻ അനക്കമുണ്ടാവില്ല. ബൊറൂട്ടോയും മീറ്റ്സുകയും ആ ഹെഡ് പെണ്ണും അവര് 3 പേരും അതുകൊണ്ടങ്ങനെ ഫ്രീസായിട്ട് നിൽക്കും. അപ്പൊ അവിടേക്ക് കൊനഹമാരു അവൻ ആ സ്ക്രോളുമായിട്ട് കടന്നു വരും. അതിനുശേഷം അതവൻ ആ ഹെഡിന്റെ കയ്യിൽ ഏൽപ്പിക്കും. കൊനഹമാരു പറയും ഇതോടുകൂടെ ഞങ്ങളുടെ മിഷൻ അത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ എല്ലാവരും തിരികെ ഗ്രാമത്തിലേക്ക് എത്തി. ആ ലീഡർ ആണെങ്കിൽ ഇപ്പൊ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് മുൻപിൽ തല കുനിച്ചു നിൽക്കും. ഐ എം സോറി, ഞാൻ നിങ്ങളോട് ഇതൊന്നും മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. ഞാനും എൻ്റെ അച്ഛനെ പോലെ തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ആളായിരിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും കാലവും ഇതൊന്നും പറയാതിരുന്നത്. അതിനവര് പറയും ഒരു കാരണവശാലും നീ ഞങ്ങളുടെ മുൻപിൽ തലകുനിക്കാനായിട്ട് പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കും നിന്റെ അച്ഛനെ പോലെ ആയിമാറാൻ കഴിയും. അതിനുശേഷം അവള് നമ്മുടെ ആൾക്കാർക്കും നന്ദിയൊക്കെ പറഞ്ഞ് തിരികെ ഗ്രാമത്തിലേക്ക് അയക്കും. കൊനഹമാരു ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും നറൂട്ടോട് പറയും. അതിന് നറൂട്ടോ ഞാൻ തന്ന ഫസ്റ്റ് മിഷൻ അത് തന്നെ ഒരല്പം കടുപ്പായി പോയല്ലേ, പക്ഷെ കുഴപ്പമില്ല, നിങ്ങളത് അടിപൊളിയായി കംപ്ലീറ്റ് ചെയ്തു എന്നറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നീ ഒരൊറ്റ ഒരാളാണ്
അവർ ഇത്രയും സ്ട്രോങ് ആയി എടുത്തത്. ടീം 7ന്റെ ക്യാപ്റ്റൻ അത് നീ തന്നെയാണ്. ഇതാ ഡെങ്കി, ഇവാബെ, ബൊറൂട്ടോ അങ്ങനെ എല്ലാവരും ചേർന്ന് അവരുടെ മിഷന്റെ എക്സ്പീരിയൻസ് അത് വളരെ കാര്യമായിട്ട് പരസ്പരം ഷെയർ ചെയ്യുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ മിഷനെ കുറിച്ച് അങ്ങനെ തള്ളി മറയ്ക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.